ഒരു കാര്യം എടുത്തു പറയാൻ ആലോചിക്കുകയാണ്. അതായത് NDAക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നും എന്നാൽ BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടില്ല എന്നും ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. മാത്രമല്ല BJPക്ക് 240 ലോക്സഭാ മണ്ഡലത്തിൽ കൂടുതൽ കിട്ടിയാൽ ഞാൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ സംശയിക്കും എന്നും പറഞ്ഞിരുന്നു. കൃത്യമായി ഇപ്പോൾ 240ലേക്ക് മാത്രമായി BJPയുടെ അംഗസംഖ്യ ചുരുങ്ങിയിരിക്കുകയാണ്. ഇതൊന്നും നമ്മൾ നരേന്ദ്രമോദിയെ പോലെ ദൈവത്തിൻ്റെ കഴിവുള്ള ആളുകളായതുകൊണ്ടല്ല. രാഷ്ട്രീയം, ഞാൻ കഴിഞ്ഞ ദിവസവും ശ്രീ ഉണ്ണി ബാലകൃഷ്ണനോട് സംസാരിക്കുമ്പോൾ പറയുകയായിരുന്നു, നോക്കൂ, എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാവുകയാണെങ്കിൽ നമ്മൾ രാഷ്ട്രീയത്തെ കാണുന്ന രീതി അടിമുടി മാറ്റേണ്ടി വരും. നമുക്ക് മനസ്സിലാകാത്ത എന്തോ ആണ് ഈ രാഷ്ട്രീയം എന്ന്. പക്ഷേ നമുക്ക് മനസ്സിലാകുന്നത് തന്നെയാണ് ഇപ്പോഴും ഇന്ത്യയിലെ ജനാധിപത്യം, ഇന്ത്യയിലെ രാഷ്ട്രീയം എന്ന് ആവർത്തിച്ച് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് സംഖ്യ പ്രവചിക്കാൻ കഴിയുന്നത്. കേവല ഭൂരിപക്ഷം ലഭിക്കുമോ ഇല്ലയോ എന്ന് പ്രവചിക്കാൻ കഴിയുന്നത്. അതാണ് തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത്. നോക്കൂ, ഇവിടെ സ്മൃതി ഇപ്പോൾ ചോദിച്ച പോലെ UP-യിൽ, ഹരിയാനയിൽ, രാജസ്ഥാനിൽ വലിയ തിരിച്ചടിയാണ് BJPക്ക് ഉണ്ടായിരിക്കുന്നത്. ഒഡീഷ ഉണ്ടായില്ല എങ്കിൽ, തെലങ്കാന ഉണ്ടായിരുന്നില്ല എങ്കിൽ BJP പിന്നെയും താഴേക്ക് പോകുമായിരുന്നു. ഏതായാലും ഇന്ത്യ സഖ്യത്തിന് 230 സീറ്റുകൾ, കോൺഗ്രസ് 2009 ശേഷം ഇതാ 3 അക്കത്തിലേക്ക് നീങ്ങുന്നു. ഒരു സംശയവും വേണ്ട, അഭിനന്ദിക്കാൻ എനിക്കൊരു മടിയുമില്ല. രാഹുൽ ഗാന്ധിയുടെ, മല്ലികാർജുൻ ഖാർഗെയുടെ, സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് തന്നെയാണ് ഈ വിജയത്തിൻ്റെ ശില്പികൾ എന്ന് പറയുന്നതിൽ ഒരത്ഭുതവുമില്ല. എല്ലാ പ്രതിപക്ഷ കക്ഷികളെയും ജനങ്ങൾ വിജയിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ കോൺഗ്രസ് മുന്നിൽ നിന്ന് നയിച്ചു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും രാഹുൽ ഗാന്ധിയോട് അല്പം മുമ്പ് മാധ്യമപ്രവർത്തകർ ചോദിച്ചല്ലോ, ഒരു സഖ്യ സർക്കാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തുമോ എന്ന്. നാളെ ഇന്ത്യ ബ്ലോക്കിൻ്റെ യോഗം ചേരുകയാണ് എന്നും ഞാൻ ഒറ്റയ്ക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തില്ല. നോക്കൂ, മുൻകാലങ്ങളിൽ സോണിയാഗാന്ധി ഒരു 272 എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ആ നിലയിലുള്ള വെറും വാചകങ്ങൾക്ക് ഇനി ഇടമില്ല. 272 ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ, സഖ്യകക്ഷികളുമായി അക്കാര്യത്തിൽ ധാരണ എത്താൻ കഴിഞ്ഞാൽ മാത്രമേ അക്കാര്യം പ്രസ്താവിക്കൂ എന്ന് ഇതിനകം തന്നെ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിട്ടുണ്ട്. എനിക്ക് ഒരു പരാജയത്തിൽ ദുഃഖമുണ്ട്, ഒരു പരാജയത്തിൽ സന്തോഷമുണ്ട്. ഒന്ന്, സ്മൃതി ഇറാനിയുടെ പരാജയത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. കാരണം നോക്കൂ, രാഷ്ട്രീയത്തെ ഒക്കെ തന്നെയും വ്യക്തിപരമായി കണ്ട് ആളുകളെ നിന്ദിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്ന ആളായി സ്മൃതി ഇറാനി ഇക്കാലങ്ങളിൽ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അതേസമയം അധീർ രഞ്ജൻ ചൗധരി എന്ന കോൺഗ്രസ്സുകാരൻ്റെ പരാജയത്തിൽ ഞാൻ ദുഃഖിക്കുകയും ചെയ്യുന്നു. കാരണം മമതയുടെ ധിക്കാരത്തിനെതിരെ അവിടെ ഇടതുപക്ഷവുമായി ചേർന്ന് നിന്ന് മത്സരിക്കാൻ തീരുമാനിച്ച അധീർ രഞ്ജൻ ചൗധരി വീരോചിതമായ തോൽവിയാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇവിടെ ഇന്ത്യ ബ്ലോക്ക് കേവല ഭൂരിപക്ഷം നേടുമെന്ന് നമുക്കിപ്പോഴും പറയാനാകില്ല. പക്ഷെ നോക്കൂ, തെലുങ്ക് ദേശത്തിൻ്റെയും JDUവിൻ്റെയും പിന്തുണയോടുകൂടിയാണ് NDA ഇപ്പോൾ അധികാരത്തിലേറാനുള്ള ശ്രമം നടത്താൻ പോകുന്നത്. അതായത് BJPക്ക് 240+ ലഭിക്കുമ്പോൾ JDUവിനും തെലുങ്ക് ദേശത്തിൻ്റെയും 30 സീറ്റുകൾ കൊണ്ടാണ് കേവല ഭൂരിപക്ഷം നേടുക. നോക്കുക, JDU ആയിക്കൊള്ളട്ടെ, തെലുങ്ക് ദേശം പാർട്ടി ആയിക്കോട്ടെ, നേരത്തെ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികളാണ്. JDU ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, ഞാൻ മാസങ്ങൾ പോലും കാണുന്നില്ല, വെറും ദിവസങ്ങൾക്ക് മുമ്പാണ് മറുകണ്ഠം ചാടിയിട്ടുള്ളത്. എങ്ങനെ ഇടയ്ക്കിടെ മറുകണ്ഠം ചാടുന്ന നിതീഷ് കുമാർ അവിടെ NDAയിൽ തുടരുമോ എന്ന് നമുക്കിപ്പോഴും ഉറപ്പിച്ച് പറയാനാകില്ല. തെലുങ്ക് ദേശം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UPAയുടെ അല്ലെങ്കിൽ UPAയുടെ തുടർച്ചയുടെ ഒരു കൺവീനർ സ്ഥാനത്ത് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഒന്നും ഉറപ്പിക്കാറായിട്ടില്ല. NDA ഭരണത്തിലേക്ക് എത്തുമോ അതോ TDPയും JDUവും വീണ്ടും മറുകണ്ഠം ചാടുമോ എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനാകില്ല. രാഹുൽ ഗാന്ധി വീണ്ടും അവരോട് സംസാരിക്കില്ല എന്ന് പറയുന്നില്ല. ഏതായാലും രാഹുൽ ഗാന്ധിക്ക് ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ ഒരു സന്ദേശം മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. രാജ്യം ഏകകണ്ഠമായി പറയുന്നു മോദിയോടും അമിത്ഷായോടും, നിങ്ങൾ ഈ രാജ്യത്തെ നയിക്കേണ്ടതില്ല എന്ന്. നോക്കൂ, വലിയ തിരിച്ചുവരവാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്, വലിയ തിരിച്ചുവരവാണ് പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയിരിക്കുന്നത്. അഭിനന്ദനങ്ങൾ ഇന്ത്യയിലെ ജനാധിപത്യം വിജയിപ്പിച്ചതിന്, ഇന്ത്യയിലെ മതേതരത്വം വിജയിപ്പിച്ചതിന്.